ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ യൂണിറ്റ് 4 ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന് എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട് അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, then when you have a common language in which you can talk to each other, communication becomes easier. ശരിയല്ലേ? നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ മലയാളം പറയണു, കേരളത്തിൽ ഇപ്പോൾ നമ്മൾ മലയാളം പറയണു, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴ് പറയണു. അങ്ങനെ ഓരോ സ്റ്റേറ്റ്സിനും, ഇപ്പോൾ ഇന്ത്യേൻ്റെ ഉള്ളിൽ തന്നെ നോക്കിയാലും ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ള ഓരോ ഭാഷകളുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലുള്ള ആളിനെയായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്കൊരു കോമൺ ലാംഗ്വേജ് അവിടെ വേണം. അങ്ങനെയുള്ള കോമൺ ലാംഗ്വേജ് ആയിട്ട് നമ്മളിപ്പോൾ മോസ്റ്റ്ലി കണക്കാക്കുന്നത് ഏതാണ്? ഇംഗ്ലീഷാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഗ്ലോബൽ ലാംഗ്വേജ്. സിമിലർ ഇസ് ദ സിറ്റുവേഷൻ വെൻ യു ഹാവ് ടു ട്രാവൽ ടു എനി പാർട്ട് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്കിപ്പോൾ സഞ്ചരിക്കാനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് പോകണം എന്ന് വെച്ചോ, ആ കൺട്രിയിൽ പോയിട്ട് അവിടുത്തെ ഭാഷ മനസ്സിലാക്കി അവിടുത്തെ ഭാഷയെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനായിരിക്കും ചിലപ്പോൾ ആ ഒരു ഭാഷ വേണ്ടി വരിക. അപ്പോൾ ആ ചെറിയ സാധനം വാങ്ങാൻ പോലും നമുക്ക് ആ ഒരു ഭാഷ മുഴുവൻ പഠിച്ചെടുത്ത് അവരുടെ രീതിയിലുള്ള ആ ഭാഷ മുഴുവൻ പഠിച്ചെടുത്ത് പറയേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. അപ്പോൾ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം ഇത്ര ഈസിയർ ആക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലീഷിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. Okay, English is the common language that is known to many for various historical reasons. Global language is the language that is widespread all across the globe geographically and makes communication possible for people belonging to different language groups. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർക്കിടയിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കോ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്കോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ഈസിയർ ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു കോമൺ ലാംഗ്വേജ് വേണം. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഗ്ലോബൽ ലാംഗ്വേജ്? വാട്ട് യു മീൻ ബൈ ഗ്ലോബൽ ലാംഗ്വേജ്? ഗ്ലോബ് ഫുൾ വൈഡ് സ്പ്രെഡായി കിടക്കുന്ന, ലോകത്തിലെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈസിയർ ലാംഗ്വേജ് ആയിരിക്കണം എന്തെന്ന് പറയുന്നത്? ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിനുള്ള ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. A common language that can bridge the gap between the two persons having different language backgrounds. അതായത് ഒരു കോമൺ ലാംഗ്വേജിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആൾക്കാരുടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. എങ്ങനെയാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുക? ആ ഒരു ലാംഗ്വേജ്, കോമൺ ലാംഗ്വേജ് കൊണ്ടുവന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ ഒരാൾ ഒരു ഭാഷ അറിയുന്ന ആളായിരിക്കും, മറ്റേ ആൾ അയാളുടെ മദർ ടങ്ക് അറിയുന്ന ആളായിരിക്കാം. ഈ രണ്ട് പേർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആവാണ്. ഓക്കെ, അങ്ങനെയുള്ളത് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ്, ലാറ്റിൻ ഫ്രേസിലാണ്. ലാറ്റിൻ ഫ്രേസിൽ ലിംഗ്വ ഫ്രാൻസയിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. എ കോമൺ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ഹാവിങ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ലിംഗ്വ ഫ്രാൻസയിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ലാറ്റിൻ ഫ്രേസിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? അവിടെ എഴുതി വയ്ക്കണം. English is taught as the second language in schools in many countries across the world. ശരിയല്ലേ? ഇപ്പോൾ കുറേയധികം രാജ്യത്തും ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. കുറേയധികം സ്കൂൾസിൽ ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് ജസ്റ്റ് 26 ആൽഫബറ്റ്സ്. എത്ര ആൽഫബറ്റ്സേ ഉള്ളൂ? 26 ആൽഫബറ്റ്സേ ഉള്ളൂ ഇംഗ്ലീഷിൽ. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് അല്ലേ? 26 ആൽഫബറ്റ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഈ 26 ആൽഫബറ്റ്സ് വെച്ചിട്ട് ഒരു ഗ്ലോബ് ഫുൾ എന്ത് ചെയ്യുക? ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആക്കുക. ഓക്കെ, the internet and the spread of technology have also contributed to the spread of English. ഇൻ്റർനെറ്റും അതേപോലെ തന്നെ നമ്മുടെ ടെക്നോളജി എത്രത്തോളം വളരുന്നു അത്രത്തോളം ശരിക്കും ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജും ഗ്ലോബലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. The British Empire also imposed their native language, English, in the countries where they established their colonies. അതായത് നമുക്ക് അറിയുന്ന കാര്യമാണ്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? പല രാജ്യങ്ങളിലും വന്നിട്ട്, നമ്മുടെ ഇന്ത്യയിൽ മെയിനായിട്ടും വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കോളനീസ്
എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോളനീസ് അവർ രൂപീകരിക്കുന്ന സമയത്ത് അവർ കോളനിയൊക്കെ ഉണ്ടാക്കി അവരുടെ ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞ് ഇൻഡിപെൻഡൻസ് കിട്ടി നമ്മൾ അവരെ ആട്ടി പറഞ്ഞയച്ചു അല്ലേ ബ്രിട്ടീഷുകാരനെ. പക്ഷെ എന്നിട്ടും ഇംഗ്ലീഷിൻ്റെ ആ ഒരു എസൻസ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിലനിന്ന് കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പോയി, അതായത് ഇംഗ്ലീഷ് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ്, എന്നിട്ട് അവർ അതിവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ സ്കൂളിലെല്ലാം അവർ അത് പഠിപ്പിച്ച് അവർ പോയി, അവരെ നമ്മൾ ആട്ടി പറഞ്ഞയച്ചു. പക്ഷേ ഇംഗ്ലീഷ് എപ്പോഴും എന്തുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എക്സിസ്റ്റഡ് ആണ്. അതും ഗ്ലോബലി വളർന്നിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷിനെ കണക്കാക്കുന്നത്. ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദി സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഏതാണ് ഈ ബ്രിട്ടീഷുകാരിൻ്റെ കോളനൈസേഷനാണ് ശരിക്കും എന്തുള്ളത്, ഇതിൻ്റെ ഒരു ബിഗിനിങ്, വൈഡ് സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. ഈവൻ ആഫ്റ്റർ ദി ഇംഗ്ലീഷ് ലെഫ്റ്റ് ദം, ദി എഫക്റ്റ് ഓഫ് ഇംഗ്ലീഷ് കണ്ടിന്യൂഡ് ഇൻ ദിയർ കൾച്ചർ. You will be able to communicate to anyone around the world by learning just one language. ഒരു ലാംഗ്വേജ് പഠിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ലോകത്തിലെ എവിടെ വേണമെങ്കിലും ഏത് ആൾക്കാരോട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസിയർ ആക്കിയിട്ട് മാറ്റുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. English as the global language can solve the problem of communication barrier and take up the role of bridge that can connect people across the world in different fields like business, economics, education, international relations, science, trade and tourism and entertainment, among other things. Okay. ഗ്ലോബൽ ലാംഗ്വേജിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് കാര്യത്തിലായാലും, ഇപ്പോൾ ബിസിനസ് ആയാലും ഇൻ്റർനാഷണൽ ബിസിനസ് ആണെങ്കിലും നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ നാഷൻ ടു നാഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസിയർ. ഓക്കെ, ദെൻ communication in English. We have seen that English is the language that is widely used by people to communicate. The internet can provide us with information in our mother tongue or any of the regional languages. ശരിയല്ലേ, നമ്മുടെ മൊബൈലിൽ നമ്മുടെ ചിലപ്പോൾ വയസ്സായ ആൾക്കാരുടെയൊക്കെ മൊബൈലിൽ നമ്മൾ അങ്ങനത്തെ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കും. മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ, മലയാളത്തിൽ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി, അപ്പോൾ അത് ടൈപ്പായിട്ട് എന്ത് ചെയ്തോളും, പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കലുണ്ട്. അതേപോലെ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ അവരുടെ മദർ ടങ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ടെക്നോളജി ഒരുപാട് വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കും നമ്മുടെ എബിലിറ്റീസും അല്ലെങ്കിൽ നമുക്കുള്ള ഇൻഫോർമേഷനും എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട്. മദർ ടങ്ങിന് എന്തുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഇംഗ്ലീഷാണ് അവിടെ യൂസ് ചെയ്യുന്ന. മൊബൈൽ ഫോൺസിലാവട്ടെ ലാപ്പിലാവട്ടെ എല്ലാത്തിലും അവർ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്, ഇംഗ്ലീഷാണ്. ഈവൻ വിത്തിൻ ഇന്ത്യ ഇംഗ്ലീഷ് സ്റ്റാൻഡ്സ് ആസ് എ കോമൺ ലാംഗ്വേജ് ഫോർ പീപ്പിൾ ഹു ബിലോങ് ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വീഡിയോയിൽ എന്താ പറഞ്ഞത്, പല സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാനും, ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാനും എന്തിനു പറ്റും, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന് പറ്റും. ഇനി ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. ഇനി മൾട്ടി ലിംഗ്വൽ കൺട്രി. മൾട്ടി ലിംഗ്വൽ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് മൾട്ടി ലിംഗ്വൽ? രണ്ടിൽ കൂടുതൽ ഭാഷകൾ എന്ത് ചെയ്യാൻ പറ്റുക, കൈകാര്യം ചെയ്യാൻ പറ്റുക. രണ്ടിൽ കൂടുതൽ ഭാഷകൾ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, മൾട്ടി ലിംഗ്വൽ എന്ന് പറയണത്. ഇനി മൾട്ടി ലിംഗ്വൽ കൺട്രി ലൈക്ക് ഇന്ത്യ, ലാംഗ്വേജ് ബിക്കംസ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ? ബാരിയർ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ, ചിലപ്പോഴല്ല ഒബ്വിയസ്ലി ഉറപ്പായിട്ടും നമുക്ക് ഇന്ത്യയിൽ എന്ത് വരും, ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ വരും. ഓക്കെ, ഇനി ഈ ലാംഗ്വേജ് വന്നിട്ടും, അതായത് ഗ്ലോബലി ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ കണക്കാക്കിയിട്ടും ഇവിടെ എന്തുണ്ട്, ബാരിയേഴ്സ് ഉണ്ട്. ആ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആസ് ദെയർ മദർ ടങ്. അത് നമ്മൾ പറഞ്ഞതാണ്. While using social media, you type Malayalam words using English alphabets, a kind of transliteration. ഇതിനെയാണ് ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലിറ്ററേഷൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എന്ത് പറയണത്, മംഗ്ലീഷ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കോമൺ ആണ്. മംഗ്ലീഷ് എന്ന് അറിയാത്തവർ ആരും ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, ട്രാൻസ്ലിറ്ററേഷൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് എന്ത് വരുന്നത്, മംഗ്ലീഷ് വരുന്നത്. ദെൻ ട്രാൻസ്ലിറ്ററേഷൻ എന്താണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ നമ്മുടെ മദർ ടങ്ക് മലയാളം എന്ത് ചെയ്യുക, നമ്മൾ ടൈപ്പ് ചെയ്യുക. അതാണ് എന്ത്, ട്രാൻസ്ലിറ്ററേഷൻ.
ദെൻ സം ഹൈബ്രിഡ് ലാംഗ്വേജസ്. ഫസ്റ്റ് വൺ എന്താണ്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്താണ്? ഹിന്ദിയും അതേപോലെ തന്നെ ഇംഗ്ലീഷും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയണത്? ഇംഗ്ലീഷ് എന്ന് പറയണത്. ദെൻ തംഗ്ലീഷ്. തംഗ്ലീഷ് എന്താണ്? തമിഴ് ആൻഡ് ഇംഗ്ലീഷ് കൂടി ചേർന്നതാണ് തംഗ്ലീഷ് എന്ന് പറയണത്. കംഗ്ലീഷ്, ഇതൊക്കെ ഭയങ്കര ഒരു ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. കംഗ്ലീഷ് എന്ന് പറയുന്നത് കന്നഡ ആൻഡ് ഇംഗ്ലീഷ്. തെംഗ്ലീഷ്, തെലുങ്കു ആൻഡ് ഇംഗ്ലീഷ്. പംഗ്ലീഷ്, പഞ്ചാബി ആൻഡ് ഇംഗ്ലീഷ്. ഇങ്ങനെയാണ്. ഇതിന് എക്സാമ്പിൾസ് ചിലപ്പോൾ ചോദിക്കട്ടെ എക്സാമിന്. സം ഹൈബ്രിഡ് ലാംഗ്വേജസ്, ഗീവ് സം ഹൈബ്രിഡ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഫിസിക്കൽ ബാരിയേഴ്സ്. പീപ്പിൾ ഹാവിങ് കമ്മ്യൂണിക്കേഷൻ ആർ ലിസ്പിങ്. അതായത് ഈ ചില ആൾക്കാർക്ക് ഉണ്ടാവും, ജന്മനാ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ അവർ കൊഞ്ഞ് സംസാരിക്കാമെന്നൊക്കെ പറയും, കൊഞ്ച് സംസാരിക്കാമെന്നൊക്കെ പറയും. ചില ആൾക്കാർക്ക് അതൊരു ഡിഫക്റ്റാണ്, ചിലപ്പോൾ ജന്മനാ ഉള്ള ഒരു ഡിഫക്റ്റ് ആയിരിക്കാം അങ്ങനെ കൊഞ്ച് സംസാരിക്കുക. പിന്നെ അതേപോലെ തന്നെ സ്റ്റാമറിങ്, സ്റ്റെക്കായി സംസാരിക്കുക, വിട്ട് സംസാരിക്കുക. പിന്നെ സ്റ്റട്ടറിങ്, ഈ സൗണ്ട് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിക്കൽ. പിന്നെ അതേപോലെ തന്നെ കൊഞ്ചൽ. പിന്നെ ഡെഫ്നെസ്, ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ നമ്മൾ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല, അവർക്കത് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ വരുന്നതാണ് ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കലി അവർക്ക് എന്താണ്, ചില ആൾക്കാർക്ക് ജന്മന ഉണ്ടാവും ലിസ്പിങ്, സ്റ്റാമറിങ്, സ്റ്റട്ടറിങ്, ഡെഫ്നെസ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഫിസിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിളാണ്. ദെൻ സോഷ്യൽ ബാരിയേഴ്സ്. Social barriers might arise from presence or company of more skilled individuals. അതായത് ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ കുറേ അധികം ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണ കുറേ അധികം എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ ഒപ്പം സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കാൻ ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു മടിയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ചാൽ ശരിയാവോ തെറ്റിപ്പോവോ എന്നുള്ളൊരു കോൺഫിഡൻസ് ലാക്ക് ചെയ്യണ ഒരവസ്ഥയും ഒക്കെ വരാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സോഷ്യൽ ബാരിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പേഴ്സൺ എഡ്യൂക്കേറ്റഡ് ഇൻ ദി വെർണാക്കുലർ മേ നോ. വെർണാക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ മലയാളം മീഡിയം പഠിച്ചവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മലയാളം മീഡിയം എന്താണ്? മലയാളം നമ്മുടെ മദർ ടങ് ആണ്. അതുകൊണ്ട് നമ്മൾ മലയാളം മീഡിയം എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. അതേപോലെ ഓരോ സ്ഥലത്തും അവരുടേതായിട്ടുള്ള പ്രാദേശിക ഭാഷകളുണ്ടാവും. അങ്ങനെ പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാരനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ സമയത്ത് ഭയങ്കര രീതിയിലുള്ള ഒരു ചമ്മലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടിയും ഒക്കെ ഉണ്ടാവും. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ ബാരിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇക്കണോമിക് ബാരിയേഴ്സ്. ഇംഗ്ലീഷ് ഈസ് സീൻ ആസ് എ ലാംഗ്വേജ് ഓഫ് പ്രസ്റ്റീജ്. ശരിയല്ലേ? നമുക്കിപ്പോൾ ശരിക്കും ഒരു അഭിമാന പ്രശ്നമാണ് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു അഭിമാന പ്രശ്നം പോലെയാണ് സൊസൈറ്റി അത് എന്ത് ചെയ്യണത്, നോക്കി കാണണത്. One's social position is questioned based on his or her English speaking skills. അതായത് നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര സ്റ്റാൻഡേർഡുള്ളൊരു വർത്താനമാണ്. അങ്ങനത്തെ രീതിയിലേക്ക് വരെ എന്ത് ചെയ്യാൻ തുടങ്ങി സൊസൈറ്റി ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ നോക്കിക്കാണാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ എത്രത്തോളം ഫ്ലുവൻസി ഉണ്ടോ അത്രത്തോളം സ്റ്റാൻഡേർഡാണ് അവൻ്റെ സംസാരം എന്നുള്ള രീതിയിലേക്ക് വരെ ഇംഗ്ലീഷ് എന്ത് ചെയ്യാൻ തുടങ്ങി, മാറാൻ തുടങ്ങി. പീപ്പിൾ ഫ്രം ഇക്കണോമിക്കലി ചലഞ്ച്ഡ് ബാക്ക്ഗ്രൗണ്ട്സ് വിൽ ബി ഇൻഹിബിറ്റഡ് ബിക്കോസ് ഓഫ് ദിസ്. അതായത് ചില ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മലയാളം മീഡിയം പഠിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അധികം സംസാരിച്ച് ശീലമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഒരു ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തൊരു ലാംഗ്വേജ് ആയി മാറിയ സ്ഥിതിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് എന്ത് ചെയ്യണത്, സൊസൈറ്റി നമ്മൾ കണക്കാക്കുന്നത്. All the above mentioned factors inhibit people from English language without fear and makes a person an introvert. ശരിയല്ലേ? നമ്മളിപ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കളിയാക്കോ അല്ലെങ്കിൽ അത് ഭയങ്കര മോശമാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ, ഒരു ഇൻട്രോവേർട്ടായി പോകുന്ന ഒരവസ്ഥ, ഓക്കെ, അതൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഹൗ ടു ഓവർകം ഇൻഹിബിഷൻ. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് വരാൻ പറ്റുക? ഫസ്റ്റ് വൺ, പ്രാക്ടീസ് വൺസ് ഓൺ. അതായത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് മൊബൈൽ ഉണ്ടാവും, ആ മൊബൈലിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നമ്മൾ തന്നെ വേറെ ആർക്കും കേൾപ്പിച്ചു കൊടുക്കുക, അത് നമ്മൾ തന്നെ അതിരുന്ന് കേൾക്കുക, വീണ്ടും കേൾക്കുക. അതിൽ എന്തൊക്കെ തെറ്റാണ് വന്നിരിക്കുന്നത് നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ അത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് നോൺ കറക്ഷണൽ മെത്തേഡ്. അതായത് നമ്മളിങ്ങനെ ഭയങ്കര ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലുവൻസി ആദ്യം തന്നെ നമ്മൾ അച്ചീവ് ചെയ്യുക.
അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ഫ്ലോയിൽ നമ്മൾ തെറ്റൊന്നും വരില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ തന്നെ ഇങ്ങനെ സംസാരിച്ച് പോവാം. തെറ്റൊക്കെ വരും, ഓക്കെ. പക്ഷെ തെറ്റ് വരുന്ന സമയത്ത് അത് ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യാതെ നമ്മൾ കുറച്ചിങ്ങനെ ഫ്ലുവൻ്റ് ആയതിന് ശേഷം എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് നോൺ കറക്ഷണൽ മെത്തേഡ്. ദെൻ പിയർ പ്രാക്ടീസ്, അതായത് നമുക്കിടയിൽ നമ്മുടെ പ്രായമുള്ള നമ്മുടെ ആ ഒരു സർക്കിളിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇംഗ്ലീഷ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള സർക്കിളിൽ നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഇൻഹിബിഷൻ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ലിറ്ററേച്ചർ ആസ് എ ക്രിയേറ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് ലാംഗ്വേജ്. ലിറ്ററേച്ചർ എങ്ങനെയാണ് ക്രിയേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഒരു ക്രിയേറ്റീവ് ആപ്ലിക്കേഷനായിട്ട് ലിറ്ററേച്ചർ എങ്ങനെയാണ് മാറുന്നത്? പീപ്പിൾ യൂസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫോർ ക്രിയേറ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് ലാംഗ്വേജ്. ശരിയല്ലേ, നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാലും നമുക്ക് ഒരുപാട് വർക്ക്സ്, ചിലർ കവിതകൾ എഴുതിയിട്ടുണ്ടാവും, ചിലർ കഥകൾ എഴുതിയിട്ടുണ്ടാവും, ചിലർ ഓരോ ക്യാപ്ഷൻ ഇടുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, ഡിഫറെൻ്റ് ആയ രീതിയിലൊക്കെ ക്യാപ്ഷൻ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശരിക്കും എന്താണ്, ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷനായിട്ട് നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റും. One such platform is blogs. ശരിയല്ലേ? Literature is different from the common language because it is creative and captivating. അതായത് നമ്മൾ സാധാ ഒരു റീഡിങ്, നമുക്ക് ചിലപ്പോൾ എന്താണ്, ചിലർ പറയും ബുക്ക് വായിച്ചാൽ മതി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാമെന്നല്ല, നമ്മുടെ ഇൻട്രസ്റ്റിൽ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബുക്ക് റീഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടിയും ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് പറ്റും. ഇറ്റ് ഗ്രാബ്സ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി റീഡർ ആൻഡ് മേക്സ് ലാംഗ്വേജ് ഓൾ ദി മോർ ഇൻട്രസ്റ്റിംഗ്. ദിസ് ക്യാൻ ഹെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ ടു ഇംപ്രൂവ് ഹിസ് ഓർ ഹെർ പ്രൊഫഷൻസി ആൻഡ് ഫ്ലുവൻസി ഇൻ ദി ലാംഗ്വേജ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ലിറ്ററേച്ചറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ഇംഗ്ലീഷിലുള്ള ഫ്ലുവൻസി എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും, കുറച്ചും കൂടിയും ബെറ്റർ ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള പല ലിറ്ററേച്ചറും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊട്ടിച്ചെറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.